ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് തയ്യാറാക്കിയ നല്ല ടേസ്റ്റിയും എന്നാൽ നല്ല ക്രിസ്പിയുമായിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ നല്ലതുപോലെ പഴുത്ത് തൊലി കറുത്തു പോയ ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരമുള്ള ഏത്തപ്പഴം തന്നെയാണ്. ഏത്തപ്പഴം രണ്ടായിട്ട് മുറിച്ച് കുറച്ച് കനം കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് അളവിൽ കടലമാവ് എടുത്തൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അവിൽ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ പൊടിച്ച അവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നാടൻ ചെമ്പാവ് അവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ അവിൽ പൊടിച്ചതും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം ഞാനിവിടെ 1.5 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ ചേർത്തൊന്ന് കുഴച്ചെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ബാറ്ററിനൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഒരുപാട് കൂടി പോകരുത്. ചെറിയൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറുത്ത എള്ള് 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എള്ള് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ എള്ള് ചേർക്കുമ്പോൾ പഴംപൊരിക്ക് നല്ലൊരു മണവും ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഈ എള്ള് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏത് ഓയിലായാലും മതി. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ പഴം ഓരോന്നായിട്ട് ഇതിലേക്ക് ഒന്ന് മുക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം മൂത്ത് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരേപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ പഴംപൊരിക്ക് ബാറ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റർ നല്ല തിക്കായിട്ട് കിട്ടണം. ലൂസായി പോയി കഴിഞ്ഞാൽ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പഴംപൊരിയാണിത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മധുരമോ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല മധുരമുള്ള ഏത്തപ്പഴം തന്നെയാണിത്. തൊലി കറുത്തുപോയ ഏത്തപ്പഴമാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.